എങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു ധാർമ്മിക ബോധത്തോടു കൂടെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക? അതുകൂടെ സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് നമ്മുടെ മക്കളെ ധാർമ്മിക ബോധത്തിൽ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയുക? ഒറ്റ വാക്കിൽ ഞാനത് അവസാനിപ്പിക്കാം. ചെറിയ കുട്ടികളാകുന്നിടം മുതൽ പരിശുദ്ധമായ ദീൻ അവരുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമുക്ക് കഴിയണം. വേറൊരു മാർഗമല്ല. ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ ദീനിൻ്റെ മെസ്സേജ് അവരുടെ ഉള്ളിൽ ഉറച്ചു നിൽക്കണം. ചെറിയ കുട്ടികളാകുമ്പോൾ മുതൽ ദീനിൻ്റെ സംസ്കാരം അവരുടെ ജീവിതത്തിൽ തന്നെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. ഏതായാലും ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ പറയുന്ന ഒരു കണക്കുണ്ട് കേരളത്തിൽ. 14-15 വയസ്സ്. ഓളിപ്പോൾ ചെറിയ കുട്ടിയല്ലേ എന്ന് ആങ്ങളെ ഡ്രസ്സ് എടുത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ സ്ലീവ്ലെസ് ആയ ഒരു ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട്, കയ്യില്ല, അതൊരു ട്രെൻഡാണ്. പെൺകുട്ടികൾക്ക് പൊതുവേ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അവരുടെ ശരീരം പ്രകടിപ്പിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുന്നു. അവരത് തുറന്നു പറയില്ല. ഞങ്ങൾക്ക് കംഫർട്ടായ ഡ്രസ്സ് ഇതായതുകൊണ്ടാണെന്നാണ് പറയാം. അവർക്കത് കംഫർട്ടാണെങ്കിൽ വലിയ ജോലി അവരെക്കാളും ചെയ്യുന്ന പുരുഷന്മാർക്ക് എന്തായാലും സ്ലീവ്ലെസ് ടീഷർട്ടും ഷർട്ടും കംഫർട്ടാവണം. അനുഭവം അങ്ങനെയല്ല. എക്സിക്യൂട്ടീവായ പുരുഷനെ നമ്മൾ നോക്കുക, ഇത്രയ്ക്ക് കൈയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കണ്ടകോപീനിയും കെട്ടി ഷൂവും സോക്സും ഒക്കെ ഇട്ട് ഒരു ശരീരത്തിൻ്റെ ഭാഗം പോലും കാണിക്കാതെ നിൽക്കുന്നവൻ പുരുഷന്മാരിൽ എക്സിക്യൂട്ടീവ് ആവും. അവൻ്റെ ജോലിക്ക് തടസ്സമൊന്നുമില്ല. അവൻ ആ ഡ്രസ്സ് കംഫർട്ടല്ലാതെ വരുന്നില്ല. നേരെ മറിച്ച് ഒരു പെൺകുട്ടി എക്സിക്യൂട്ടീവ് ആവണമെങ്കിൽ പരമാവധി അഴിക്കണം. ആരാ പ്രിയപ്പെട്ട സഹോദരി നിങ്ങളെങ്ങനെ പറ്റിച്ചത്? ആരാണ് ഇങ്ങനെ പറഞ്ഞു പറ്റിച്ചത്? പെൺകുട്ടിയെ ഒരു പ്രൊഫഷണൽ ലുക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പരമാവധിക്കപ്പുറം ഡ്രസ്സ് ഒഴിവാക്കണം. ധാർമ്മിക മൂല്യം പാലിക്കുന്ന മതമേതായാലും കുറേ നന്മകൾ പാലിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ പോലും അപ്പോൾ കൈ പാടില്ല കുപ്പായത്തിന്. കഷ്ടിച്ചുകൂടെ വയറിൻ്റെ അടുക്ക് എത്താനേ പാടുള്ളൂ. അത് ട്രൗസറാണ് ഇഷ്ടം. അത് അത്ര തന്നെ സമ്മതിക്കണമില്ലെങ്കിൽ ഒരു ഒട്ടിപ്പിടിച്ച പാൻ്റാവാം. പക്ഷേ അതിൻ്റെ പലയിടങ്ങളിലും പൂച്ച മാന്തിയതുപോലെ മാന്തി പൊളിച്ചിരിക്കണം. എന്നിട്ട് അങ്ങനെ ജീവിക്കണം. പെൺകുട്ടിക്ക് 14-15 വയസ്സായിക്കണ്. ഒക്കെ കുട്ടിയല്ലേ എന്നാണ് ഉമ്മാൻ്റെ അഭിപ്രായം. ആ കുട്ടി പോയി ടെക്സ്റ്റൈൽസ് ഒന്നും മേടിച്ചതല്ല ഇത്. വാപ്പ എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഉണ്ട്, അവൻ മേടിച്ചു കൊടുത്താണ്, അല്ലെങ്കിൽ ആങ്ങളെ മേടിച്ചു കൊടുത്തതാണ്, അല്ലെങ്കിൽ സംയുക്തമായി പോയി എല്ലാവരും കൂടെ സെലക്ട് ചെയ്ത് വാങ്ങിയതാണ്. ഈ പെൺകുട്ടി ഇത്തിരി കൂടെ വലുതായി, പ്രായപൂർത്തിയൊക്കെ ആയി. 14 വയസ്സുകാരൻ്റെ പ്രായപൂർത്തി ആയില്ല എന്നല്ല ഞാൻ പറയണത്. നമ്മുടെ കേരളത്തിൽ 6-ാം വയസ്സിൽ മെൻസസ് വ്യാപകമാവുന്നു എന്നാണ് പഠനം. അന്തം വിട്ട് പറയല്ല. ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാടിൻ്റെ മനുഷ്യനെ തിന്നുന്ന കോഴി എന്ന പുസ്തകം വായിക്കുക. ഡോക്ടർ രാജേഷ് നമ്പൂതിരിപ്പാട്, പേര് മാറണ്ട, പുസ്തകത്തിൻ്റെ പേര് മനുഷ്യനെ തിന്നുന്ന കോഴി എന്നാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, 6 വയസ്സാകുന്നതിൻ്റെ മുമ്പ് കേരളത്തിൽ വ്യാപകമായി മെൻസസ് ആർത്തവം തുടങ്ങുന്നു എന്നാണ്. ഫിഖ് മസലൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. 9 വയസ്സാവാൻ 16 വയസ്സുള്ള കമരിയായ ഷെഹറൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. സയൻറ്റിഫിക്കായ എവിഡൻസ് അനുസരിച്ച് ആർത്തവം എന്ന് പറയുന്ന സാധനം 6-ാം വയസ്സിൽ തുടങ്ങുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് വളരെ പെട്ടെന്ന് വാർദ്ധക്യം പിടിക്കുന്നു. 40-42 വയസ്സാകുമ്പോഴത്തേന് വൃദ്ധരാകുന്നു. ഉരവേദന, കൈവേദന, കാലുവേദന, ഒന്നിനും പറ്റാത്ത ജീവിതം. കാലെടുത്തേക്കാൻ ഉമ്മ, മറ്റേ കാലെടുത്തേക്കാൻ പ്രസവത്തിന് നോക്കാൻ വന്ന താത്ത. ഒരു കാലെടുത്തേക്കാൻ അമ്മ, അടുത്ത കാലം മറ്റേ ആൾ, പിന്നെ ഈ കാലം ഉമ്മ എടുത്തേക്കുക, ഈ കാലം മറ്റേ താത്ത എടുത്തേക്കുക. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ത്രീകളും 60% എനിമിയ എന്നുള്ള പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എന്താ എനിമിയ? രക്തക്കുറവ്. എല്ലാ സന്ധികളിലും വേദന വരും, മുടി കൊഴിഞ്ഞുകൊണ്ടിരിക്കും, കണ്ണിന് ചുറ്റും കറുത്ത പാടുണ്ടാകും, പലപ്പോഴും ഇങ്ങനെ മൂകമായിരിക്കും, ആരെങ്കിലും വിളിക്കൊക്കെ ആണെങ്കിൽ ഞെട്ടിച്ചാടും, വിഷാദം വരും, ഉറക്കില്ലാതെ വരും. പൊതുവേ മനുഷ്യന് ഗുണപ്രദമല്ലാത്ത എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നു. ഭീഷണിപ്പെടുത്താനല്ല ഞാനിത് പറയണത്, നമ്മൾ ആരാവണം എന്ന് പറയാനാണ്. ഇത്തരം ഘട്ടത്തിൽ വെറും അങ്ങാടി ഫുഡുമായിട്ട്
വെറും ഷോപ്പിങ്ങുമായിട്ട് നിസ്കാരം കളാക്കുന്നത് കൊറോണയ്ക്ക് ശേഷം ആർക്കും ഒരു പ്രയാസമില്ലാതായി മാറി. ഷോപ്പിങ്ങിന് പോയിട്ട് എടീജ് മൊബൈലിക്ക് നോക്കാം 6:15 അസറിക്കരിച്ചണ്ടേ എന്ന് നോക്കുമ്പോൾ മൂത്ത മോളെ വക ഒരു ഫത്വ, നമുക്ക് മരുവിൻ്റെ ഒപ്പം കലാ കിട്ടിയാൽ പോരേന്ന്. കലാ വീട്ടൽ ഒരിക്കലും കലാ ആക്കുന്നതിന് പരിഹാരമല്ലെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ കുറ്റത്തുനിന്നോട് പോകാനും പറ്റൂല. വഖത്തിനെ തൊട്ട് നിസ്കാരത്തെ ബോധപൂർവം പിന്തിച്ചിട്ടുണ്ടെങ്കിൽ ആ മാരകമായ കുറ്റത്തിൽ നിന്ന് മാറാൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഖളാ വീട്ടൽ 0.5% പരിഹാരമല്ല. ഒരു മുട്ടുശാന്തിക്ക് നടത്തുന്നതായി ഖളാ വീട്ടൽ. അള്ളാഹു അവൻ്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് പൊറുക്കണില്ലെങ്കിൽ നിസ്കാരം ബോധപൂർവം ഖളാ ആക്കിയതിൻ്റെ പണിഷ്മെൻറ്റ് ഖബർ മുതൽ സഹിക്കേണ്ടി വരും. ഒരു സംശയമില്ല. കൊറോണയ്ക്ക് ശേഷം ഉണ്ടായൊരു സംഗതിയാണ്. ജുമ എന്നൊരു പ്രധാനമില്ലാതായിപ്പോയി. കാര്യം കുറേ കാലം ജുമ നിസ്കരിക്കാതെ നടന്നു, അന്തം വിട്ട് നടന്നു. അതുകൊണ്ട് ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ 3 മണിക്കൂർ. ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ജനൽ കണ്ടിട്ടുണ്ടോ പുറത്തേക്ക്? ഇല്ല. എന്തേ? കയറിയപ്പോൾ നട്ടുച്ച, ഇപ്പം ഏകദേശം ആകാശം ഇങ്ങനെ കറുത്തിരുണ്ട് വന്നു എന്നാരും കാണാൻ പറ്റൂല. ഏതെങ്കിലും ഒരു സൂപ്പർ മാർക്കറ്റിൽ ചുമരിൽ ക്ലോക്ക് വെച്ചത് കണ്ടിട്ടുണ്ടോ? ഇല്ല. കാര്യം ക്ലോക്ക് വെച്ചാൽ നമ്മളത് കണ്ടുപോകും. വാച്ച് സമയം ഉണ്ടാകും, മൊബൈൽ സമയം ഉണ്ടാകും. ബോധപൂർവം നോക്കിയാലേ സമയം എത്ര ആയി എന്നുള്ളത് അറിയുള്ളൂ. ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ അതിന് നമുക്ക് പറ്റുണ്ടാവില്ല. ക്ലോക്ക് ചുമരുമുണ്ടെങ്കിലോ ചിലപ്പോൾ അങ്ങോട്ട് തിരിയുമ്പോഴും ഇങ്ങോട്ട് തിരിയുമ്പോഴും കാണും. 2:45 കയറിയതാണ്, ഇപ്പോൾ 6 മണി ആവാനായി എന്ന് ബോധ്യപ്പെടും. അതില്ലാതാവാൻ ഒരു സൂപ്പർ മാർക്കറ്റിലും ചുമരുമ്പോൾ ക്ലോക്ക് ഉണ്ടാവില്ല. ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി, നമുക്ക് നിത്യമായി ആവശ്യമുള്ള പച്ചക്കറി, മത്സ്യം, അരി പോലെയുള്ള സാധനങ്ങൾ ഏറ്റവും ലാസ്റ്റ് കോർണറിലേ വയ്ക്കൂ. അത് വാങ്ങാൻ വേണ്ടി പോണ വഴിക്കൊക്കെ കിറ്റ് കാറ്റ് കാണണം, മഞ്ച് കാണണം, അത് കാണണം, ഇത് കാണണം. ഒപ്പമുള്ള കുട്ടികളൊക്കെ ഓരോന്നോരോന്നെടുത്ത് വണ്ടിയിലിടണം. അരി വാങ്ങാൻ സ്ഥലമില്ലാത്ത വിധം അവിടെ എത്തുമ്പോഴേക്ക് വണ്ടി നിറയണം. ഇത് അവർ ചെയ്യണ ഒരു കുറ്റവും ദ്രോഹമൊന്നുമല്ല, ബിസിനസ് പ്രധാനമാണ്, അതിനുള്ള ഹിക്മത്തൊക്കെ അവർ ചെയ്യും. പക്ഷേ ഇതിനിടയ്ക്ക് ഷോപ്പിംഗ് നടത്തി സമയം അറിയാതെ നിസ്കാരം കളാക്കുന്നതിന് നമ്മൾ ഖിയാമത്ത് നാൾ വരെ നിന്ന് നിസ്കരിച്ചാലും പകരമല്ലെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരി മനസ്സിലാക്കണം. ഇത് ചില്ലറ സംഗതിയല്ല. നമ്മളെ പരിസരത്ത് മാത്രം ആഘോഷിക്കാനും ആനന്ദം കാണാനുള്ള പാർക്കുകളുടെ കണക്കൊന്നും എടുക്കൂ നിങ്ങൾ. നമ്മുടെ പരിസരത്ത് മാത്രം, നമ്മുടെ പരിസരത്ത്, ഞാനും അത്ര ദൂരക്കാരനൊന്നുമല്ല, നമ്മുടെ ഈ ചട്ടിപ്പറമ്പ്, പടപ്പറമ്പ്, പുഴക്കാട്ടിരി, അങ്ങാടിപ്പുറം, വളാഞ്ചേരി ഈ ഒരു പരിസരത്തുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകളുടെ കണക്കെടുക്കും. മഹല്ലിൽ 1 എന്നുള്ള വീതം അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സ്ഥലങ്ങളും പേരൊന്നും പറയണില്ല. അവിടെ 100 രൂപ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒന്ന് ചാടിക്കളിച്ച് വന്നാലേ സംഗതി മുതലാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടക്ക് അസറോ, അത് ഖളാ കിട്ടിയ പോരെ. അതിൻ്റെ ഇടക്ക് അസറോ, അത് ഖളാ കിട്ടിയ പോരെ. ആര് പറഞ്ഞു അത് ഖളാ കിട്ടിയാൽ മതിയെന്ന്? ആര് പറഞ്ഞു അത് ഖളാ വീട്ടിയാൽ മതിയെന്ന്? എന്നാൽ എൻ്റെ കൂടെ പോരാ ഏതെങ്കിലും 2 ആളുകൾ, ആണും പെണ്ണും ഒന്നിച്ചിറങ്ങിയിട്ട് റോഡ് സൈഡിലും പറമ്പിലും നിന്ന് മിന്നാമിന്നി ലൈറ്റിൻ്റെ ചുവട്ടിൽ ഭക്ഷണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന എത്ര കേന്ദ്രങ്ങളുണ്ട് നമ്മുടെ ഈ പരിസരത്ത് മൊത്തം. അവരുടെ ബിസിനസ് മൈൻഡിനെ ഞാനൊന്നും പറയണില്ല, അതവരുടെ ഇഷ്ടം, അതവരുടെ ഇഷ്ടം. പക്ഷെ നേരത്തെ വന്ന് ഇഷായിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലും ഇഷാൻ്റെ ശേഷവും രാത്രി 11 മണിക്കും 12 മണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് കുട്ടികളും മക്കളുമായിട്ട് ഒന്നിച്ചിറങ്ങി വന്ന് മിന്നിത്തിളങ്ങണ ലൈറ്റിന് ചുവട്ടിൽ പലപ്പോഴും ഗാനമേളയും പാട്ടും കൂത്തുമൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ച് തീർക്കുന്നത് കൊണ്ടുണ്ടാവുന്ന അനർത്ഥങ്ങൾ നമ്മൾ ചിന്തിക്കണ്ടേ? അതിൻ്റെ ആരോഗ്യപരമായ വിഷയങ്ങളൊന്നും ഞാൻ സംസാരിക്കണേ ഇല്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതൊന്നും ഞാൻ സംസാരിക്കുന്നേ ഇല്ല, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ തീർക്കുക, തീരുമാനിക്കുക. അതിൻ്റെ മതപരമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? രാവിലെ മദ്രസ വിട്ട് കുട്ടി വന്നാൽ ആദ്യം ചെയ്യണ പരിപാടി എന്താ? അവൻ്റെ ബാഗ് അവൻ എങ്ങടെങ്കിലും ഇടും. പിറ്റേ ദിവസം മദ്രസക്ക് പോകുമ്പോൾ ഒന്നാമത് ചെയ്യണ പരിപാടി എന്താണ്? ഉമ്മാൻ്റെ ബാഗുണ്ടോ, താത്താൻ്റെ ബാഗുണ്ടോ എന്ന് പറഞ്ഞിട്ടൊരു നടത്താണ്. അവസാനം എല്ലാവരും കൂടി തെരഞ്ഞ് ദേ കിട്ടിയെന്ന് പണ്ട് അൽക്കമടി സുറൈക്കാന്ന് പറഞ്ഞ് ചാടിയതുപോലെ ദേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ആ കുട്ടി മദ്രസ വിട്ട് വന്ന് പിറ്റേ ദിവസം മദ്രസക്ക് പോവോളം ഈ സാധനം തൊട്ട് നോക്കിയിട്ടില്ല, പഠിച്ചിട്ടില്ല, പഠിപ്പിച്ചിട്ടില്ല. കാര്യം ലൈറ്റിൻ്റെ ഒട്ടിരുന്നിട്ട് ചോറയ്ക്കാൻ പോയതായിരുന്നു.
ഇന്നലെ മഗ്‌രിബിക്ക് ഇറങ്ങിയതാ, വന്നപ്പോഴേക്ക് 11-12 മണിയായിട്ടുണ്ട്. നമ്മളൊരു യാത്രയിലാണ്, കുഞ്ഞു കുഞ്ഞു യാത്രയല്ല, പ്രധാനപ്പെട്ടൊരു യാത്ര, മറക്കാൻ പാടില്ലാത്തൊരു യാത്ര. എരഞ്ഞോളി മൂസാക്ക പാടിയതുപോലെ തീരെ മടക്കമില്ലാത്ത യാത്ര. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറങ്ങിയ ആയത്ത് ഏതാണ്? പ്രിയപ്പെട്ട സഹോദരിമാരെ, എപ്പോഴും അതൊന്ന് ഓതിക്കൊണ്ടിരിക്കണം. സൂറത്തുൽ ബഖറയുടെ 281 വാക്യം, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അള്ളാഹുവിലേക്ക് നിങ്ങളെ തിരിച്ചു വിളിക്കുന്ന ഒരു ദിവസം വരും. ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണമെന്ന്.